സൈബർ അധിക്ഷേപങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കർശനമായ നിയമം ആവശ്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ സദാചാര പോലീസുകാർ സ്ത്രീകളെപ്പോലും വെറുതെ വിടാത്തൊരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ വേദന മനസ്സിലാക്കുന്നത്. അവിടെ സങ്കടപ്പെടുന്നത് ഇരകൾ മാത്രമാകില്ല, അവരുടെ കുടുംബവും മക്കളുമൊക്കെ നേരിടുന്ന മാനസിക പ്രയാസം നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം സൈബർ അധിക്ഷേപത്തിനിരയായ CPM നേതാവ് KJ ഷൈനിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഒരു യൂട്യൂബ് ചാനലിനും കോൺഗ്രസ് അനുകൂല സൈബർ പോർട്ടലുകൾക്കുമെതിരെയാണ് നടപടി. കേസിൽ ആലുവ സൈബർ പോലീസ് ഷൈനിൻ്റെ മൊഴി രേഖപ്പെടുത്തി. സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരെന്നാണ് ഷൈനിൻ്റെ ആരോപണം. പരാതി നൽകി തൊട്ടടുത്ത ദിവസം തന്നെയാണ് പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസിനാണ് അന്വേഷണത്തിന് ചുമതല. KJ ഷൈനിന്റെ പറവൂരിലെ വീട്ടിലെത്തി പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള സൈബർ ആക്രമണം ആണെന്ന നിലപാടിൽ തന്നെയാണ് KJ ഷൈൻ. തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണെന്നും അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ലെന്നും അവർ പറയുന്നു. ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്, അധികാരത്തിനും പണത്തിനും വേണ്ടി. അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ മാർഗമൊന്നുമില്ല, ഇതിൽ പിടിച്ചു നിൽക്കുക, അതിനുവേണ്ടി ആ നല്ല രാഷ്ട്രീയത്തെ മോശപ്പെടുത്തുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഏത് രാഷ്ട്രീയമാണെങ്കിലും. അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അതിനെ മലീമസമാക്കുന്നത്. അതേസമയം ഈ വാർത്തയുടെ ഉറവിടം CPM തന്നെ അന്വേഷിക്കട്ടെ എന്നും CPM-ൽ നിന്ന് തന്നെയാണ് ഇത് പുറപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസും CPM-ഉം തമ്മിൽ സൈബർ ഇടങ്ങളിൽ പോർവിളികൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് അവർ ഏറ്റെടുത്ത് കാണും. പക്ഷെ അത് തന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണം. ആര് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനും ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. ജില്ലാ സെക്രട്ടറിയെ ഒളിക്യാമറയിൽ കുടുക്കിയ പാർട്ടിയാണ് CPM എന്നും അന്ന് അത് ചെയ്തവർ ഇന്നും CPM നേതൃത്വത്തിലുണ്ടെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാട്ടി. അവർക്ക് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വമെന്നും കോൺഗ്രസിന് ഇത് ചെയ്യേണ്ട കാര്യമില്ലെന്നും ഷിയാസ് പറഞ്ഞു. ഇന്ന് CPM-ന്റെ വനിതാ നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരായി ദുരാരോപണങ്ങൾ CPM തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ആരോപണമുണ്ടായത്, ആരാണ് ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്, എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് CPM ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? കേസിന്റെ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുമ്പോൾ സൈബർ ആക്രമണത്തിൽ രാഷ്ട്രീയ പോരാട്ടം ഒന്നുകൂടി കനക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കോൺഗ്രസുകാർ ഏറ്റെടുക്കരുതെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. CPM മറ്റുള്ളവർക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യകൾ അവരും കൂടി ഓർക്കണമെന്നും കോൺഗ്രസും ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 കൊച്ചി.